ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാൾട്ടൻസ് മാജിക്. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഹോസ്പിറ്റൽ വ്ളോഗാണ്. എപ്പോഴും പൊതുവേ ഞാൻ ഒന്നിക്കൽ ഉത്സവത്തിന് പോകുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും തെയ്യത്തിൻ്റെ ഒക്കെ വ്ളോഗായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ഹോസ്പിറ്റൽ വ്ളോഗ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന്. ഫെബ്രുവരി 10th ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഒരു ചെറിയൊരു സർജറിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ മാൾട്ടൻസ് മാജിക് ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ ആണ് അപ്കമിങ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നിങ്ങളുള്ള ടൈമിലാണോ ഇങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്ന്. എനിക്ക് വ്ളോഗ് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ആയിരുന്നില്ല. അപ്പോൾ എൻ്റെ അനിയത്തിയാണ് ഇതിൻ്റെ ക്യാമറാമാൻ. ആ ടൈമിൽ ഹോസ്പിറ്റലിൽ നിന്നുണ്ടായ ക്ലിപ്സും കാര്യങ്ങളൊക്കെ അവളാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഫെബ്രുവരി 10th ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി. അന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ച് കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതിന് ശേഷം ഭയങ്കര സിവിയർ പെയിനായിട്ട് ഹോസ്പിറ്റലൈസ്ഡായി. ഫസ്റ്റ് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ടെലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ അവിടെ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ അവിടുന്ന് പറഞ്ഞിട്ടും ഉണ്ടായിന്, ഇനിയും ഇതേപോലെ തന്നെ വേദന വരികയാണെങ്കിൽ വേറെ ഏതെങ്കിലും കുറച്ചും കൂടി വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുലർച്ചെ, അതായത് 11-ാം തീയതി പുലർച്ചെ ഒരു 3:50 അങ്ങനെ 3:50 അങ്ങനെ കണ്ണൂർ ബേബിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ നിന്നാണ് വീണ്ടും പെയിൻ സിവിയർ ആയതിനു ശേഷം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇത് അപ്പൻഡിക്സിൻ്റെ പ്രോബ്ലമാണ് എന്നുള്ളത്. അപ്പോൾ നല്ല പെയിനായിരുന്നു. അതായത് ഒരു ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ അത് പെയിൻ കുറയാനുള്ള ഇഞ്ചക്ഷൻ വെക്കുന്നു, അപ്പോൾ തന്നെ കിടന്നുറങ്ങിപ്പോകുന്നു, പിന്നെയും ബോധം വരുന്നു, പെയിൻ വരുന്നു. അങ്ങനെ ഭയങ്കര സിവിയർ ആയിട്ടുള്ള പെയിൻ മാത്രമല്ല, കൂടെ ഛർദിയും, കഴിച്ച ഭക്ഷണങ്ങളൊക്കെ ഛർദ്ദിച്ച് പോവുക. പിന്നെ നോക്കുമ്പോൾ എന്തായെന്ന് വെച്ചാൽ അപ്പൻഡിക്സ് പൊട്ടിയതിന് ശേഷം അതിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് ഭയങ്കര എന്താ പറയേണ്ട പെയിൻഫുള്ളായിട്ടുള്ള ടൈമായിരുന്നു അത്. ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് കുറച്ച് ലേറ്റായി പോയതും, അതേപോലെ തന്നെ സർജറി പിറ്റേന്നത്തേക്കായിരുന്നു നടത്തണം ഉണ്ടായത്. ബട്ട് പെയിൻ സിവിയർ ആയ സമയത്ത്, അതായത് രാത്രി ഫെബ്രുവരി 11th രാത്രി എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചുറ്റിലും ആരാ നിൽക്കുന്നതെന്നുള്ള ഒരു ബോധം വരെ ഇല്ലാത്ത രീതിയിലുള്ള പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഫെബ്രുവരി 12th നടത്തേണ്ട സർജറി ഫെബ്രുവരി 11th മാറ്റി വെക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുകയാണ് ഗൈസ്. അപ്പോൾ മാളേജ് കാണാത്ത സ്ഥലങ്ങളൊക്കെ ഞാൻ മാളേജിക്ക് കാണിച്ചു. ഒന്നും ബോധമില്ലാത്തതുകൊണ്ട് മാളേജ് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു, വീട്ടിലേക്ക് പോകുന്നു.
ദിവസത്തെ ഹോസ്പിറ്റൽ വാസം ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ സർജറീൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്ക് ടു പെവിലിയൻ എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ ഡേയ്സിലും അതേപോലെ തന്നെ ഇത്രയും സിവിയർ ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷനിൽ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മളെ ഫാമിലി. എൻ്റെ ദൈവമേ, അവരില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു ഇതിൽ നിൽക്കുന്നുണ്ടല്ലോ. മെയിനായിട്ട് എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും, അവർ മൂന്നുപേരും തന്നിട്ടുള്ള സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമേ ഒന്നും എന്താ പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളിൽ ഒതുങ്ങൂലെന്നറിയില്ലേ, അങ്ങനെയായിരുന്നു. പിന്നെ ഉണ്ടായ കുറച്ച് ഫ്രണ്ട്സ്, അതേപോലെ തന്നെ എൻ്റെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ്, അവരൊക്കെ തന്ന സപ്പോർട്ടും കാര്യങ്ങളും. എനിക്കെന്താണെന്ന് വെച്ചാൽ സർജറി കഴിഞ്ഞതിന് ശേഷം ആ ഒരു ടൈം പീരിയഡിൽ ഞാൻ കടന്നു പോയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് അതിന് ശേഷം ചെറിയൊരു തണുപ്പ് വന്നാൽ പോലും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എന്തെങ്കിലും ആവുമോ, ഞാൻ മരിച്ചു പോവോ എന്നൊക്കെയുള്ള അങ്ങനത്തെ ഒരു എന്താ പറയണ്ട വല്ലാത്തൊരു പേടി എന്നുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പോഴും ഉണ്ട്. ഒരു 50% ആയിരുന്നു റെഡിയായി വരുന്നതെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. നമ്മൾ ഈ സ്ട്രെസ്ഡ് ഔട്ട് ആകുന്ന സമയത്ത്, ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു സന്തോഷം, സങ്കടം, ദേഷ്യം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുക ഒരു ഇതുണ്ട്, ഏറ്റവും പൊട്ടത്തരായിട്ടുള്ളൊരു ചിന്തയാണത്. അതായത് ദൈവമേ അങ്ങനെയെങ്കിലും മരിച്ചു കിട്ടിയാൽ മതി എന്ന് നമ്മൾ ചിന്തിക്കൂലേ. ഞാനും അങ്ങനെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൊട്ടത്തരായിട്ടുള്ള ചിന്ത എനിക്കും പലപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഈ സർജറിക്ക് ശേഷം ഇനി ഞാൻ ജീവിതത്തിലേക്ക് അങ്ങനെ ചിന്തിക്കില്ല എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം മരിച്ചിട്ട് ജീവിച്ച് വരിക എന്ന് അറിയില്ലേ, അത്രയും സിവിയറായിട്ടുള്ളൊരു കണ്ടീഷനായിരുന്നത്. ഇതിന് ശേഷം തന്നെ, ഈ ഒരു സർജറിക്ക് ശേഷം, അതേപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും എല്ലാം ഇങ്ങനെ ഒരു ടെൻഷൻ അടിക്കുന്ന കണ്ടതിന് ശേഷം ഒരു ഇത് മനസ്സിലായി, ലൈഫിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എന്താ പറയണ്ടേ, ഈ ഒരു പ്രസൻറ്റ് മൂമെൻറ്റിൽ തീരെ സ്ട്രെസ്ഡ് ഔട്ട് ആവാണ്ട് അവരെയൊക്കെ ഹാപ്പി ആക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോവുക. കാരണം എന്താ പറയണ്ട, ദൈവം തന്നൊരു ചാൻസ് ഇനി എനിക്കങ്ങനെ ഒരു ഇതിലേക്ക് വിട്ട് കളയാനുള്ളൊരു മനസ്സിപ്പം എനിക്കില്ല. അങ്ങനെ ഭയങ്കര ഒരു മിറാക്കുലസ് ആയിട്ടുള്ള ഒരുപാട് ടേണിങ് പോയിൻ്റ് എന്നൊക്കെ പറയുന്നത് ജീവിതത്തോട് തന്നെ ഭയങ്കര, അതായത് എന്താ പറയണ്ട, ഓരോ ദിവസവും എനിക്കിങ്ങനെ ഇനി നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ഒരു ഇത് തിരിച്ചറിവ് ഉണ്ടാക്കി തന്ന ഡേയ്സ് ആയിരുന്നു ഈ സർജറി എല്ലാം കഴിഞ്ഞ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഡേയ്സ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഇപ്പം ട്രീറ്റ്മെൻറ്റിൻ്റെ ഇത് February 29 പോയി. സംഭവം എൻ്റെ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ രീതിയിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് അന്ന് ആ ടൈമിൽ എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേയൊക്കെ ഭാഗം എനിക്ക് റിമൂവ് ആയി കിട്ടീന്. ഇപ്പം ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ. അതിപ്പം മരുന്നും കൊണ്ടും ഇതൊക്കെ കൊണ്ടും എൻ്റെ ഫുഡിൻ്റെ ഇതൊക്കെ കൊണ്ട് മാറിക്കിട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇതിൽ ഇപ്പം എല്ലാം നല്ല രീതിയിൽ നോർമലായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തിൽ ഒരിക്കലും എനിക്ക് ഈ ഒരു വേദന വരാറുണ്ട്. വരുന്ന സമയത്ത് മുന്നെയൊക്കെ പുറത്ത് പോകുന്ന സമയത്തും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഒരു പേടിയോ കാര്യങ്ങളൊന്നുമില്ല. കാരണം അത് കംപ്ലീറ്റ്ലി അപ്പൻഡിക്സിൻ്റെ ആ ഒരു പ്രശ്നം കംപ്ലീറ്റ്ലി എൻ്റെ ശരീരത്തിൽ നിന്ന് പോയതുകൊണ്ട് ഇപ്പോൾ ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ബാക്ക് ടു നോർമൽ എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ ഫുഡ് ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്.
നിങ്ങൾക്ക് ഈ കുഞ്ഞു വ്ളോഗ്, ഈ ഹോസ്പിറ്റൽ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.